ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഞാൻ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ ഒരു പരമഭക്തനായിരുന്ന ഒരു ആനക്കുട്ടിയുടെ കഥയാണ് പറയുന്നത്. ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ കേശവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഗുരുവായൂർ കേശവൻ്റെ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഗുരുവായൂർ കേശവനെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കോകിലത്തെ വലിയ രാജയുടെയും മുത്തമ്മത്തമ്പുരാട്ടിയുടെയും 12 ആനകളിൽ ഏറ്റവും ചെറിയ ആനക്കുട്ടിയായിരുന്നു ഗുരുവായൂർ കേശവന് ഭയങ്കര ഇഷ്ടമായിരുന്നു മുത്തമ്മത്തമ്പുരാട്ടിക്ക്. അങ്ങനെ ഇരിക്കെ മലബാർ ലഹളക്കാലത്ത് വലിയ രാജയ്ക്കും മുത്തമ്മത്തമ്പുരാട്ടിക്കും കൊച്ചി രാജാവിൻ്റെ സഹായം തേടിപ്പോകേണ്ടി വന്നു. ആ സമയത്ത് മലബാർ ലഹളക്കാരി കോവിലകം കൊള്ളയടിച്ചപ്പോഴത്തേക്ക് ഗുരുവായൂർ കേശവനെയും കൂടി കൊണ്ടുപോകുന്നു. മുത്തമ്മത്തമ്പുരാട്ടിക്ക് കേശവനെ കാണാതെ ഭയങ്കര സങ്കടമായിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് മുത്തമ്മത്തമ്പുരാട്ടി അവസാനം മുത്തമ്മത്തമ്പുരാട്ടി ഭയങ്കര ഒരു ഭഗവാന്റെ ഒരു ഭക്തയായിരുന്നു, ശ്രീകൃഷ്ണസ്വാമിയുടെ ഭക്തയായിരുന്നു. അപ്പോൾ മുത്തമ്മത്തമ്പുരാട്ടി പറയുകയാണ്, ഗുരുവായൂർ കേശവനെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ ഗുരുവായൂരമ്പലത്തിൽ നടക്കിരുത്തിയേക്കാമെന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ മുത്തമ്മത്തമ്പുരാട്ടിയുടെ സ്വപ്നത്തിൽ ഭഗവാൻ വന്ന് പറയുന്നതായിട്ടാണ്, ഗുരുവായൂർ കേശവൻ തിരിച്ചു വരും, എനിക്ക് വേണ്ടി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇത് മുത്തമ്മത്തമ്പുരാട്ടി വലിയ രാജയോട് പറയുന്നു. വലിയ രാജ മുത്തമ്മത്തമ്പുരാട്ടിയുടെ സങ്കടം കണ്ടിട്ട് കുറേ മല്ലന്മാരെ നിലമ്പൂർ കാട്ടിലേക്ക് കേശവനെ അന്വേഷിച്ച് വിടുന്നു. അവിടെ നിബിഡമായ നിലമ്പൂർ കാട്ടിൽ അവർക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കും പെട്ടെന്നൊരു കുട്ടി വരികയും ആ കുട്ടി ഗുരുവായൂർ കേശവനെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു ഗുഹയുടെ മുന്നിൽ തളച്ചിട്ടിരിക്കുന്ന കേശവനെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ലഹളക്കാർക്ക് കുറേ പൈസയൊക്കെ കൊടുത്തിട്ടാണ് ഈ മല്ലന്മാർ കേശവനെയും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുന്നത്. പിന്നെ ലഹളയൊക്കെ കഴിഞ്ഞ് നിലമ്പൂർ കോവിലത്തേക്ക് തന്നെ അവരെല്ലാവരും എത്തിച്ചേരുന്നു. പിന്നീടാണ് 1922 ഗുരുവായൂർ കേശവൻ ഗുരുവായൂരമ്പലത്തിൽ നടയിരുത്തപ്പെടുന്നത്. അന്ന് 10 വയസ്സാണ് കേശവനുള്ളത്. അവൻ ഭയങ്കര കുസൃതിയായിരുന്നു. അന്ന് വീരനായ പത്മനാഭനാണ് ഗുരുവായൂർ കേശവൻ്റെ തിടം പേറ്റിക്കൊണ്ടിരുന്നത്. പത്മനാഭൻ്റെ കാലത്തിന് ശേഷമാണ് ഗുരുവായൂർ കേശവൻ്റെ മസ്തകത്തിൽ തിടം പേറ്റാൻ തുടങ്ങിയത്. അത് ഭഗവാന്റെ ഒരു ഇഷ്ടപ്രകാരം കൂടിയായിരുന്നു. ദേവപ്രശ്നത്തിൽ ഭഗവാൻ പറയുകയാണ്, ഇനി എൻ്റെ തിടമ്പ് ഗുരുവായൂർ കേശവൻ തന്നെ എടുത്താൽ മതി എന്ന് അങ്ങനെ പറയുകയാണ്. കേശവനാണെങ്കിലും ഭഗവാന്റെ തിടമ്പ് കൊണ്ടുവരുന്ന തിടമ്പുമായി കയറുന്ന ആളെ മാത്രമേ മുൻകാലിലൂടെ കയറ്റുമായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള ഈ വെഞ്ചാമരവും മറ്റും കുടയൊക്കെ പിടിക്കുന്നവരെ പുറകുകാലിലൂടെ കയറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ നടയിരുത്താൻ വന്ന സമയത്ത് കേശവൻ ഭയങ്കര കുസൃതിയായിരുന്നു. അങ്ങനെ അന്നത്തെ തിരുമേനി ഭഗവാന് നേദിച്ച വെണ്ണയൊക്കെ കൊടുത്തും പിന്നെ ശീവേലി സമയത്ത് കേശവന് 3 പ്രാവശ്യം അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യിച്ചൊക്കെയാണ് ഗുരുവായൂർ കേശവൻ. അങ്ങനെ നാമജപമൊക്കെ കേട്ട് ഗുരുവായൂർ കേശവൻ ഭഗവാന്റെ ഒരു ഭക്തിയിലേക്ക് വന്ന് അവൻ്റെ കുസൃതിയൊക്കെ കുറഞ്ഞു. ഭയങ്കര പിന്നെ ഭഗവാനെ വിട്ട് പോകാൻ പറ്റത്തില്ല. ഭഗവാന്റെ ഒരാളായി മാറുകയാണ് കേശവൻ. അങ്ങനെ ഭഗവാനുമായിട്ട് അങ്ങനെ അവിടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഇടക്ക് കേശവൻ്റെ ഒരു പാപ്പാനുണ്ട്, മണി നായർ. അയാളുടെ ഇടക്ക് വേറെ അമ്പലത്തിലേക്ക് വേറെ ഒരു അമ്പലത്തിലേക്ക് തിടമ്പെടുക്കാനായിട്ട് കേശവനെ കൊണ്ടുപോകും. കേശവൻ അത് ഇഷ്ടപ്പെട്ടില്ല. കേശവൻ അവിടെ നിന്ന് ഓടി മണി നായരുടെ മുണ്ടൊക്കെ വലിച്ചു ഊരിയെന്നാണ് പറയുന്നത്. അവിടുന്ന് കേശവൻ അവിടുന്ന് കൊണ്ടുവന്ന് കേശവൻ അവിടുന്ന് ഓടി ഇങ്ങോട്ട് വരികയാണ്. വരുന്ന വഴിക്ക് ആൾക്കാരൊക്കെ ഭയന്നിങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഈ കേശവൻ ഓടി ഇങ്ങോട്ട് വരുമ്പോൾ ശ്രീകോവിലിൻ്റെ വാതിൽക്ക് ഒരു പാവപ്പെട്ട മനുഷ്യന് എഴുന്നേക്കാനൊന്നും പാടില്ല, അങ്ങനെ കിടന്ന് അവിടെ ഇരിക്കുകയാണ്, നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കേശവൻ ഇങ്ങോട്ട് വന്ന് അയാൾ തുമ്പിക്കൈ കൊണ്ട് എടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി ഇരുത്തിയതിന് ശേഷം ശ്രീകോവിലേക്ക് ഓടിപ്പോയി. ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായി, ഒരു ആന ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള ആ ഒരു ഇതിൽ. അങ്ങനെ അതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെയുണ്ട് ഭഗവാൻ കേശവൻ്റെ ഓരോ ലീലകൾ. അങ്ങനെ കേശവൻ ഒരിക്കലും ഇങ്ങനെ ഒരു തടി പിടിക്കാനായിട്ട് കൊണ്ടുപോകും.
അവിടുന്ന് ഇങ്ങനെ കേശവൻ ഓടി ഇങ്ങോട്ട് പോരും. അങ്ങ് വരുന്ന സമയത്ത് കുറേ സ്കൂൾ കുട്ടികൾ വരുന്ന വഴിയായിരുന്നു. സ്കൂൾ കുട്ടികളെല്ലാം വന്നത് കൊണ്ട് ഗുരുവായൂർ കേശവൻ മതിലിൻ്റെ സൈഡിലേക്ക് ചേർന്ന് മാറിക്കൊടുക്കും. അവർ പോകുന്നത് വരെ മാറി നിന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര ഒരു ഭഗവാന്റെ ഒരു ഭക്തൻ തന്നെയായിരുന്നു ഗുരുവായൂർ കേശവൻ. 54 വർഷമാണ് ഗുരുവായൂർ കേശവൻ ഭഗവാന് വേണ്ടി സെർവ് ചെയ്തത്. അങ്ങനെ ഒരു ഏകാദശി ദിവസമാണ് ഭഗവാന്റെ അടുത്തേക്ക് ഗുരുവായൂർ കേശവൻ പോകുന്നത്. ഇന്നും ഭഗവാന്റെ ഒരു ഭക്തനായ ഗുരുവായൂർ കേശവൻ്റെ ആ 2 കൊമ്പും ഇന്നും ശ്രീകോവിലിൻ്റെ വാതിൽക്ക് 2 കൊമ്പ് നമുക്ക് പോകുമ്പോൾ കാണാം. 2 കൊമ്പ് ആനക്കൊമ്പുകൾ വെച്ചിട്ടുണ്ട്. അത് ഗുരുവായൂർ കേശവൻ്റെ കൊമ്പാണ് കേട്ടോ. നിങ്ങളെല്ലാവരും പോകുമ്പോൾ അതൊക്കെ കാണണം. ഭഗവാന്റെ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കേശവനെയും കൂടി ഓർക്കണം. ഗുരുവായൂരമ്പലം ഉള്ളിടത്തോളം കാലം ഗുരുവായൂർ കേശവനും അനശ്വരനായി തന്നെ ജീവിക്കും നമ്മുടെ മനസ്സിൽ. ഹരേ കൃഷ്ണ.